ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നുറുക്ക് ഗോതമ്പ് കൊണ്ട് വളരെ ഹെൽത്തി ആയിട്ട് ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു പലഹാരം ഉണ്ടാക്കാം. വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിൻ്റെ കൂടെ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. ഈ പലഹാരം ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. നെയ്യൊന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് കപ്പലണ്ടിയും കൂടി ഇട്ട് കൊടുക്കാം. കപ്പലണ്ടി തൊലിയൊക്കെ മാറ്റിയെടുത്തതാണ്. ഇത് രണ്ടും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നും വേണ്ട, കുറച്ച് കൂടിപ്പോയാലും കുറഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് കുറച്ച് കിസ്മിസ് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കാം. നന്നായിട്ട് ഇളക്കിയ ശേഷം കോരി മാറ്റാം. ഇനി അതേ പാനിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടാകുമ്പോൾ അതിലേക്ക് 2 ഏത്തപ്പഴം ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. കനം കുറച്ച് അരിഞ്ഞെടുക്കണം. ഏത്തപ്പഴം ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി വഴറ്റിയെടുക്കാം. ഏത്തപ്പഴം ഇതുപോലെ നെയ്യിലിട്ട് വഴറ്റുമ്പോൾ അതിനൊരു പ്രത്യേക മണവും ടേസ്റ്റുമാണ്. കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഏത്തപ്പഴം നെയ്യിൽ വഴറ്റി കൊടുക്കുകയാണെങ്കിൽ നല്ല ഇഷ്ടത്തോടെ കഴിച്ചോളും. ഏത്തപ്പഴം നന്നായിട്ട് വഴന്നു വരുമ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കാം. ഞാൻ ഈ ബൗളിൽ ഇത്രയും തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ ചേർക്കുന്നതിനും പ്രത്യേകിച്ച് അളവൊന്നുമില്ല. കൂടുതൽ തേങ്ങ ചേർക്കുകയാണെങ്കിൽ ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടും. തേങ്ങ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് പഴം ഒന്ന് ഉടച്ചെടുക്കുകയും ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച കാഷ്യൂ നട്ട്സും കിസ്മിസും എല്ലാം ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. ഞാനിവിടെ 1 കപ്പ് നുറുക്ക് ഗോതമ്പ് 1 മണിക്കൂർ മുമ്പ് നല്ല തിളച്ച വെള്ളത്തിലിട്ട് കുതിർത്ത് വെള്ളം മാറ്റിയെടുത്ത് വെച്ചതാണിത്. നല്ല പോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. നല്ല തിളച്ച വെള്ളത്തിലിടുമ്പോൾ പെട്ടെന്ന് ഇത് കുതിർന്ന് കിട്ടും. ഇനി ഇതൊന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ശർക്കര പാനിയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് ശർക്കര 1/4 കപ്പ് വെള്ളം ഒഴിച്ച് പാനി കാച്ചിയെടുത്തതാണിത്. 1 കപ്പ് നുറുക്ക് ഗോതമ്പ് എടുത്തപ്പോൾ 1 കപ്പ് ശർക്കര തന്നെയാണ് ഞാൻ എടുത്തത്. ഇനി നുറുക്ക് ഗോതമ്പ് അരയ്ക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ശർക്കര പാനി ഒഴിച്ച് അരച്ചെടുക്കാം. കുറച്ചൊഴിച്ചാൽ മതി, ഒരുപാട് ഒഴിക്കരുത്, എന്നാൽ നന്നായിട്ട് അരഞ്ഞു കിട്ടില്ല. നന്നായിട്ട് അരച്ചെടുക്കാം. നുറുക്ക് ഗോതമ്പും ശർക്കരയും കൂടെ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ബാക്കിയിരിക്കുന്ന ശർക്കര പാനിയും കൂടെ ഒഴിക്കാം. ഇനി ഇതിലേക്ക് പഴത്തിൻ്റെ കൂട്ട് ചേർക്കാം. പഴവും തേങ്ങയും നട്ട്സും എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നാടൻ പലഹാരമാണ്. നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള വേറെയും കുറേ റെസിപ്പികൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. നന്നായിട്ട് മിക്സ് ചെയ്യാം. പഴത്തിൻ്റെ മിക്സ് മുഴുവനും ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇത്രയും ശർക്കര പാനി ബാക്കിയുണ്ട്. അപ്പോൾ നമ്മൾ ശർക്കര പാനി ഉണ്ടാക്കുമ്പോൾ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് പാനി കാച്ചി എടുത്താൽ മതി. ഈ പലഹാരം ഉണ്ടാക്കാനായിട്ട് ഞാനൊരു കേക്ക് ടിന്നാണ് എടുത്തത്. പാത്രത്തിൽ നന്നായിട്ട് ഓയിലോ നെയ്യോ പുരട്ടി കൊടുക്കണം. അതിനുശേഷം ഒരു ബട്ടർ പേപ്പറോ വാഴയിലയോ വെച്ച് കൊടുക്കാം. ഇതുപോലെ പാത്രത്തിൽ വാഴയില വെച്ചിട്ട് പലഹാരം ഉണ്ടാക്കുകയാണെങ്കിൽ പലഹാരത്തിന് നല്ല ഒരു മണം ഉണ്ടാകും. ബാറ്റർ പാത്രത്തിലേക്ക് ഒഴിക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ഒഴിക്കണം. ഇത്രയും ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ബാക്കി ഇത്രയും ഉണ്ട്. അത് വേറൊരു പാത്രത്തിൽ ഉണ്ടാക്കണം. ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാനൊരു സ്റ്റീമറിൽ വെള്ളം വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ആവി വന്ന ശേഷം മുകളിലത്തെ തട്ടിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം അടച്ച് 35-40 മിനിറ്റ് വേവിച്ചെടുക്കണം. 40 മിനിറ്റായപ്പോൾ വേഗം വെന്തോന്ന് നോക്കിയ ശേഷം ഞാൻ കുറച്ച് സമയം കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കാണുമ്പോൾ ഇത് മുകൾ ഭാഗം നനഞ്ഞതുപോലെ തോന്നുമെങ്കിലും ഇതൊന്ന് തണുത്ത് വരുമ്പോൾ നല്ല ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കും. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് പാത്രത്തിൽ നിന്ന് മാറ്റാം. അതിനുശേഷം ബാക്കിയുള്ള മാവ് ഞാൻ ഇതുപോലൊരു ചോറ്റ് പാത്രത്തിലാണ് ഒഴിച്ചത്. കേക്കിൻ്റെ ടിൻ തന്നെ വേണമെന്നൊന്നുമില്ല. ഇതുപോലെ സ്റ്റീൽ പാത്രം ആയാലും മതി. ഓയിൽ നന്നായിട്ട് തടവിയ ശേഷം വെച്ച് കൊടുത്താൽ മതി. പലഹാരം നന്നായിട്ട് തണുത്ത ശേഷം പാത്രത്തിൽ നിന്ന് മാറ്റാം. കത്തി വെച്ചിട്ട് ഇതുപോലൊന്ന് വിട്ടു കൊടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. പെട്ടെന്ന് തന്നെ ഇത് ഇളകി വരും. വാഴയില വെച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് ഇളകി വരും. പിന്നെ സൈഡിൽ ഓയിലും പുരട്ടിയിട്ടുണ്ടായിരുന്നു. വാഴയില എടുത്ത് മാറ്റാം.
എല്ലാവർക്കും ഇഷ്ടമാകുന്ന ഒരു നാടൻ പലഹാരമാണിത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ വീഡിയോ കണ്ട ശേഷം ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.